ഇസ്ലാമിൻ്റെ ഈ മതത്തിൻ്റെ സൗന്ദര്യം നമ്മളൊന്ന് പഠിച്ചു നോക്കിയേ. എന്തൊരു സൗന്ദര്യമുള്ള മതം നമ്മളെ മതം. അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. മൂത്തമ്മയെ, ഇളയമ്മയെ, മൂത്താപ്പയെ, മൂത്താപ്പ ഇളയപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർ, ഉപ്പാന്റെ പരിഗണന കൊടുക്കണം. ഉപ്പാന്റെ ജ്യേഷ്ഠനും അനുജനും, അതങ്ങനെയാണ് ഹദീസ്. ഉമ്മാന്റെ അനുജത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, ഇളയമ്മമാർ, മൂത്തമ്മമാർ, അവരെ ഉമ്മാനെ കാണുന്ന പോലെ കാണുന്ന ഹദീസ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി. ഷാഫി ഫിഖിയിൽ ചർച്ച ഉണ്ട് ആ വിഷയത്തിൽ. ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെ ഉണ്ടാവുമോ ഇളയമയെ മൂത്തമ്മയെ ബുദ്ധിമുട്ടിച്ചാൽ? ഉപ്പയെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റവും ശിക്ഷയും തന്നെ ഉണ്ടാകുമോ ഇളയപ്പന്മാരെ മൂത്തമ്മമാരെ ബുദ്ധിമുട്ടിച്ചാൽ എന്നൊരു ചർച്ച തന്നെയുണ്ട് ഫുഖഹായിൻ്റെ ഇടയിൽ. സർക്കശി ഇമാമ അതേ കുറ്റം തന്നെ എന്ന് വിലയിരുത്തുന്ന മഹാന. ഇബ്നു ഹജർ തങ്ങൾക്കെതിരെ അഭിപ്രായമുണ്ട്, ശരിയാണ്. അങ്ങനെ ഒരു ചർച്ച ഗൗരവത്തിൽ വരണമെങ്കിൽ മൂത്താപ്പ, മൂത്തമ്മ, ഇളയമ്മ, ഇളയപ്പമാർക്കൊക്കെ എത്ര വലിയ പ്രാധാന്യം. അതാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉപ്പയും ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം എന്നാ ഇതിൽ പറയണത്. ഉപ്പാന്റെ ബഹുമാനം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഉമ്മ പറയുന്നത് എന്താ? സഹിക്ക് മോനെ, ഉമ്മ 40 കൊല്ലമായിട്ട് സഹിക്കാണ്. എങ്ങനെയുണ്ട്? ഉപ്പ പഠിപ്പിച്ചു കൊടുക്കുന്ന എന്താടാ ടൂറിന് ഉമ്മ പോണ്ടെന്ന് പറയുന്ന ദുനിയാവിലും ഉപ്പ ഒരു തെറ്റേ ആകെ ചെയ്തിട്ടുള്ളൂ മോനെ. എന്തുപ്പ എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് എന്ന് പറയലോട് കൂടി തീർന്നില്ലേ? കേസ് തീർന്നില്ലേ? ഇനി എങ്ങനെയോ ഈ കുട്ടികൾ നന്നാവുക? ഇളയമ്മാൻ്റെ അടുത്തും മൂത്തമ്മാൻ്റെ അടുത്തും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ പോകുമ്പോൾ എന്തിനാ പോകുന്നത്? അല്ല, ഞാൻ ഭാര്യനെ കൂട്ടിയിട്ടൊന്ന് സന്തോഷത്തിന് പോകുന്നു. പോകുന്നതല്ലേ ശരി. അധികം അവിടെ ഇരിക്കുമൊന്നും വേണ്ട. കാരണം മൂത്തമ്മ ഇങ്ങനെ ഗീബത്തും നമീമത്തൊക്കെ പറയൂ. നല്ല മാസമൊക്കെ ആയിട്ട് വെറുതെ സമാൻ കളയണ്ട. മൂത്തമ്മക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഗീബത്ത് എന്ന് പറയണത് മൂത്തമ്മക്ക് ഫിത്തനാണ്. ഈ ഉമ്മ ഇപ്പം മൂത്തമ്മാനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? ദലായിൽ ഖൈറാത്ത എത്തപ്പ പറയണത് എന്താ? ഗീബത്തല്ലേ. പിന്നെ വലിയ കെട്ടൊന്നും വാങ്ങണ്ട. കിരൺ 10 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിയാൽ നേന്ത്രപ്പഴം ഇങ്ങനെ നിൽക്കും, 10 ഇങ്ങനെ നിൽക്കും, ഒരു പാക്കറ്റ് നിറച്ചുമാവും, 100 രൂപയ്ക്ക് ഒതുങ്ങും ചെയ്യും. ഇങ്ങോട്ട് വാങ്ങി പോയിക്കാണും. എങ്ങനെയുണ്ട് ഈ ഉമ്മാൻ്റെ കഥ? ഇങ്ങനെയാ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ശറഇന്റെ അതിർവരമ്പുകളെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഹറാമ് തിന്നാത്ത ജീവിതം, മോഷണത്തിൻ്റെ ഗൗരവം, ആരെയും വഞ്ചിക്കരുത്, കളവ് പറയരുത്. എത്ര ചെറിയ കാര്യത്തിലെ കളവാണെങ്കിലും കളവാണ് എന്ന് നമ്മൾ കണ്ടാൽ, അത് നമുക്ക് മനസ്സിലായാൽ അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കാരം, വുളു, കുളി, ഈ വിഷയത്തിലൊക്കെ കാണിക്കുന്ന അലംഭാവം ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ശരിപ്പെടുത്തി കൊടുക്കണം. നീ ഉള്ളെടുത്തോ എൻ്റെ മുഖം ഇവിടെ ഇങ്ങനെ ഒരക്കാനാ? ഒന്നു സോയ്യാവോ? വെള്ളം ഒഴുകണ്ടേ? മോനുവാ ഉള്ളെടുത്തിട്ട് വരി. ഇങ്ങനെ ഒരു 2-3 വട്ടമൊക്കെ ഒരു ഉമ്മ പഠിപ്പിച്ചു കൊടുത്താൽ അത് മതി. ഉമ്മ സ്വർഗത്തേക്ക് പോവാന് അത് മതി. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. നിസ്കാരത്തിൽ നമ്മളെ മോള് കാല് വെച്ചത്, കൈ വെച്ചത് ശരിയായിട്ടില്ല, അപ്പോൾ തിരുത്തി കൊടുക്കണം. സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ എടുത്തിട്ട് തല ചോർന്ന് പിന്നെയും കൈ വെച്ചാൽ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം പാത്തിലാവും. കാരണം എക്സ്ട്രാ സുജൂദാവും. അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓരോ വിധി വിലക്കുകളെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. സുമ്മ പിന്നെ നല്ല കാര്യം നമ്മളുടെ മക്കളിൽ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഷി ഹാസ് ഗോട്ട് ഫസ്റ്റ് A+ ഗ്രേഡ്. നമ്മളെ ഫാത്തിമ മോക്ക് അല്ലെങ്കിൽ അബ്ദുള്ള മോനിക്ക് നബിദിനത്തിന് ഫുൾ A+ കിട്ടി, സമ്മാനങ്ങൾ കിട്ടി, SLCക്ക് A+ കിട്ടി, അങ്ങനെ എന്തോ കിട്ടി എങ്കിൽ എന്താ ചെയ്യണ്ടേ? ഫയംബഗി അൻ യുക്റമ അലൈഹി വയുജാസ അലൈഹി. ആ കുട്ടിക്ക് ഒരു ആദരവ് കൊടുക്കണം, ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കണം. മിമ്മ യുഫ്രഹു ബിഹി. ആ കുട്ടിക്ക് സന്തോഷമാണ്. സമ്മാനം എന്ന് പറഞ്ഞാൽ 5 രൂപേൻ്റെ മിൽക്കി ബാർ കൊടുക്കണം എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ആ കുട്ടിക്കും തോന്നണം ഇതൊരു സമ്മാനമാണ്. ആ കുട്ടിക്കും തോന്നണം ഇതൊരു സമ്മാനമാണ്. വയുംദഹു ബിഹി ബൈനന്നാസ്. എല്ലാവരും മുമ്പ്, കുടുംബത്തിൻ്റെ ഒക്കെ മുമ്പിൽ നിന്ന് അവനെ പുകഴ്ത്തണം. കണ്ട എന്ത് കളിച്ചാലും നമ്മളെ മോനെ കണ്ട ഫുൾ മാർക്കാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും, ഒരു പോസിറ്റീവായ ഒരു തോട്ട് ആ കുട്ടിക്ക് കിട്ടും.
ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടുമ്പോൾ ആ കുട്ടി മോട്ടിവേറ്റഡ് ആവും. അൽഹംദുലില്ലാഹ്. ഇനി ഫൈൻ ഖാലഫ ദാലിക ഫീ ബഅദിൽ അഹ്വാലി മറത്തൻ വാഹിദ, എന്തോ ഒരു അബദ്ധം ഒരു വട്ടം സംഭവിച്ചു, ഒറ്റ വട്ടം. എന്നാൽ അത് കണ്ടിട്ടില്ല എന്ന് നടിച്ചാൽ മതി. ഒരു 5 രൂപ നഷ്ടപ്പെട്ടു, അപ്പോൾ അവൻ എന്തോ മിഠായി വാങ്ങിയിട്ടുണ്ട് നമുക്കറിയാം, അത് വലിയ സംഭവമാക്കിയിട്ട് നോട്ടീസ് ഒട്ടിക്കൊന്നും ചെയ്യരുത്. അത് സദർ ഉസ്താദിനോട് പറഞ്ഞിട്ട് പാട്ടാക്കരുത്, നാട്ടുകാരെ മൊത്തം അറിയിക്കരുത്. കുട്ടിയാണ്. ഇനി വലായുദ്ഹിറു ലഹു അന്നഹു ഇത്തല അലൈഹി ഞാൻ പറഞ്ഞതിൻ്റെ അറബി ഇട്ടുണ്ട് കേട്ടോ. ലാ സിയമാ ഇദാ ബാലഗ സ്വബിയു ഫീ ഇഖ്ഫാഇഹി, ആ കുട്ടി തന്നെ അത് ചെയ്തത് വലിയ അബദ്ധമായിട്ട് ആ കുട്ടിക്ക് തോന്നി. ആ കുട്ടി തന്നെ ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പാട്ടാക്കാൻ പാടില്ല. ഫഇന്ന ഇൽഹാറ ദാലിക റുബ്ബമാ യുഫീദു ജസാറതൻ, നമ്മളത് പരസ്യമാക്കിയാൽ കുട്ടിക്ക് വാശി കൂടാൻ സാധ്യതയുണ്ട്, കുട്ടി ഒരു മരക്കഷ്ണാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ട്. അവൻ എപ്പോഴോ ഒരിക്കൽ ഒരു പുക വലിച്ച് നമ്മളത് കണ്ട് നമ്മളത് പിടിച്ച് പറയണേ ഇനി ചെയ്യൂലല്ലോ ഇൻഷാ അല്ലാഹ്. ഇനി പിന്നെ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. പിന്നെ ഉസ്താദ്മാരൊക്കെ വീട്ടിൽ മൗലിദ് വന്നപ്പോൾ നമ്മൾ ഫൈസലേ മറ്റേത് പറയണ ഏതുപ്പാ എങ്ങനെ ഉണ്ടാവും? ആ കുട്ടിക്ക് ഉപ്പാനോടുള്ള ബഹുമാനം മൊത്തം ഇടിഞ്ഞ് തകരും. ആ കുട്ടി ഇനി ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ആരോട് പറഞ്ഞു എന്നുള്ള മറ്റേ സംഭവം ആ കുട്ടിക്ക് ഉണ്ടാവും. നമ്മളായിട്ട് കുട്ടികളിൽ വാശി ഉണ്ടാവരുത്. ഇനി സാനിയൻ, പിന്നെയും ആ തെറ്റാ കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അവനെ വിളിച്ചിട്ട് പറയാം, മോനെ ഞാനത് കണ്ടിരുന്നു, ഒന്നാമത്തതും കണ്ടിരുന്നു, അത് സംഭവിച്ചു പോയതാണ് എന്ന് കരുതി ഞാനൊന്നും പറയാതിരുന്നതാണ്, ഇപ്പം മോനത് ആവർത്തിച്ചു, വലിയ അപകടമാണ്, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇനിയെങ്ങാനും മോനത് ചെയ്താൽ, കിതാബിലുള്ളതിൻ്റെ മലയാളം പറയണത്, ഇനിയെങ്ങാനും മോനത് ചെയ്താൽ പിന്നെ അത് പ്രയാസമാവും, ചെയ്യരുത് മോനത് ചെയ്യരുത്, മോനിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ മോനെ ഒരു ചേർത്ത് പിടിക്കലിലൂടെ തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അടുത്ത പറയാം, നിരന്തരം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നമ്മളെ വീട്ടിലുണ്ടാവരുത്. അത് കുട്ടിയൊക്കെ ചാടച്ചു പോകും. വീട്ടിൽ ചില ആൾക്കാരുടെ വീട് അങ്ങനെയാണ്, എല്ലാ ദിവസവും കുട്ടികൾ കേൾക്കുന്ന തന്നെ ചൂടാവല്. കാല് കാണിച്ചേ, കഴുകിനാ, ഏത് പള്ളിന്ന്? കുട്ടികളിങ്ങനെ ഇങ്ങനെ 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 മുൾമുനയിൽ നിർത്തരുത് കേട്ടാ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിരന്തരം പറയുമ്പോൾ ആ കുട്ടിക്ക് എന്താ പറയാ, കുട്ടിക്ക് തന്നെ ഒരു ചടപ്പ് വരും, മടിയുണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമോ? നിങ്ങളെ ക്ലാസ് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിന് മസൂദ് എന്ന് പറഞ്ഞല്ലോ, ഓവറാക്കണ്ട, ആഴ്ചക്കുള്ള ക്ലാസ് തന്നെ നടന്നു പോയിക്കോട്ടെ. അതാണ് അതിൻ്റെ ഒരു ശരി, അതാണ് അതിൻ്റെ ഒരു ശരി. ഇനി തെറ്റാവർത്തിച്ചാൽ അതിന് യോജിച്ച രീതിയിൽ ആ കുട്ടിയെ നന്നായി അദബുകൾ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വിഷയം തീർന്നിട്ടല്ല, സമയം പൂർത്തിയായി. 10:40 ട്രെയിനാണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തേക്കണത്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം, നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി എന്തെങ്കിലും ജീവിതത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നാൽ, ഒന്നുകിൽ മുടി നീട്ടി വളർത്തിയതാവും, അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞ് നേരത്തെ ഉറങ്ങണില്ല, നേരത്തെ വരുന്നില്ല, അതിൻ്റെ പേരിൽ കുട്ടിയെ ശപിക്കരുത്. നീ നന്നാവില്ല എന്നൊന്നും പറയരുത്, നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാവുക. ശാപവാക്കൊന്നും പറയാൻ പാടില്ല. മറിച്ച് ആ കുട്ടി നന്നാവണം എന്ന വിചാരത്തിൽ നമ്മൾ ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. ആ കുട്ടി നന്നാവാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം എന്ന് മാത്രമല്ല, ആ കുട്ടി നന്നാവുമെന്ന പ്രതീക്ഷ നമ്മളെ മനസ്സിലുണ്ടാവുകയും വേണം. സൂഫിയായ ഒരാളുടെ മകനെ കുറിച്ച് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ പരാതി പറഞ്ഞു, നിങ്ങളെ മോന് ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പുതിയ കാലത്ത് അങ്ങനെയാണല്ലോ കേൾക്കുക, കള്ളു കുടിക്കുന്നുണ്ട് എന്ന് അർത്ഥം. ആ സൂഫിയായ വാപ്പ പറഞ്ഞു, എൻ്റെ മോനോ ഒരു ചാൻസും ഇല്ലല്ലോ, നിങ്ങൾക്ക് നമ്മളവിടെ കുടുംബത്തിനോട് വല്ല അസൂയ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ മോൻ അങ്ങനെ കുടിക്കാൻ സാധ്യതയില്ല. നാട്ടിലുള്ള
ഗുണകാംക്ഷികളായ ആ ചെറുപ്പക്കാർ പറഞ്ഞു, നമുക്ക് നിങ്ങളുടെ അസൂയ, നിങ്ങളെ മോനൊന്ന് നന്നായിക്കോട്ടെ, കുറച്ചുകൂടി കെയർ ഉണ്ടാവട്ടെ, അഥവാ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ മോന് വീണ്ടും കുടിച്ച് മസ്തായി ലക്ക് ഇട്ടിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നത് ഇവർ തന്നെ കണ്ട് ഈ മോനെ ഒരു തുണിശീലയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കൊണ്ടുവന്ന് ആ വാപ്പാൻ്റെ അടുത്ത് നിർത്തിയിട്ട് വാതിൽ മുട്ടി. വാപ്പ വാതിൽ തുറന്നിട്ട് നോക്കിയപ്പോൾ മിനിനാന്ന് പറഞ്ഞത് കറക്റ്റ്, മോന് കുടിച്ചിട്ട് മസ്തായിട്ടുണ്ട്. ഈ വാപ്പ ഒറ്റ പൊട്ടല്, കരച്ചില്. അന്ന് രാത്രി മുഴുസമയം എന്ന് തന്നെ പറയാം, അത്രയും നേരം പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അള്ളാഹിനോട് ഈ വാപ്പ പറഞ്ഞത് എന്താ പറയുക, ഞാൻ എൻ്റെ മോനെ ഇങ്ങനെയല്ലല്ലോ വളർത്തിയത് റബ്ബേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മോനെ തർബിയത്ത് നടത്തിയത്. എൻ്റെ ജീവിതത്തിൽ ഈ അബദ്ധമില്ല, ഈ അബദ്ധം എന്നല്ല, ഒരബദ്ധവും വരാതിരിക്കാൻ ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഞാൻ വളർത്തിയോണ്ട് മാത്രം അങ്ങോട്ട് നന്നാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നീ എൻ്റെ മോനെ ഏറ്റെടുക്കണേ, നന്നാക്കി തരണേ എന്ന് പറഞ്ഞാൽ ലഹരി തലക്ക് പിടിച്ച ഒരു മോനെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹിനോട് അത്തഫ്വീലു ഇലല്ലാഹ്, നീ തന്നെ എൻ്റെ മോനെ ഏറ്റെടുക്കണം എന്നാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കം. പിറ്റേന്ന് രാവിലെ മുതൽ ഈ മോൻ ശുദ്ധിയായി, പിന്നെ മരണം വരെ ഒരു തുള്ളി കള്ളുടിച്ചിട്ടില്ല ഈ മോന്. അതിൻ്റെ കാരണം ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തിയറി എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പറയാം, ഉപ്പയും ഉമ്മയും പ്രത്യേകിച്ച് പറയാം, അള്ളാഹ് ഈ കാലം ഇങ്ങനെ വർത്താനം ഓരോ ദിവസമൊക്കെ കേൾക്കുന്നുണ്ട്, പേടിയാവുന്നു. എവിടെയാണ് എൻ്റെ മോളെ പറഞ്ഞേക്കേണ്ടത് എനിക്കറിയില്ല, പേടിയാവുന്നു ഈ കാലത്ത് മക്കൾ. എൻ്റെ മോനെ, എൻ്റെ മോളെ, അത് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പറയാം. അതാണ് വേണ്ടത്. ഇമാം ഷെഹറാനി റളിയല്ലാഹുവിൻ്റെ മോനെ, അബ്ദുറഹ്മാൻ എന്ന മോനെ ഷെഹറാനി ഇമാം അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മോന് കിതാബ് ഓതാൻ പറഞ്ഞയച്ചിട്ട് പഠിക്കാൻ വെച്ചിട്ട് ഓനൊരു ലെവലിലേക്ക് എത്തുന്നില്ല, നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ എന്ന് ഷെഹറാനി ഇമാം സ്വന്തം അനുഭവം കിതാബിൽ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ചരിത്രം ഷെഹറാനി ഇമാം തന്നെയാണ് തൻ്റെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ എഴുതി വെക്കണം. അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അതാണ് എല്ലാത്തിൻ്റെയും മീതെയുള്ള പരിഹാരം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.